വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അപ്പർ സർക്യൂട്ടിനെ പറ്റിയും ലോവർ സർക്യൂട്ടിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ അപ്പർ സർക്യൂട്ടിൻ്റെയും ലോവർ സർക്യൂട്ടിൻ്റെയും ഡെഫിനിഷൻ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന് ഒരു ദിവസം എത്താൻ പറ്റുന്ന മാക്സിമം പ്രൈസാണ് അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന് ഒരു ദിവസം എത്താൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസുമാണ് ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് L&Tയുടെ സ്റ്റോക്ക് പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും L&Tയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1614.05 ആണ്. ഇനി L&Tയുടെ ലോവർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1441.35 അതുപോലെ അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 1761.55 ആണ്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദിവസം L&Tയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 1441.35 അതുപോലെ 1761.55 ആണ്. സോ നമുക്കിപ്പം ഇന്നത്തെ ദിവസം ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പം ബൈ ഓർഡർ ആണെങ്കിലും സെൽ ഓർഡർ ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലിമിറ്റിന് ഇടയിലായിരിക്കണം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ L&Tയുടെ കേസിൽ ഇത് ആക്ച്വലി ഒരു ലോവർ സർക്യൂട്ട് ലിമിറ്റോ അപ്പർ സർക്യൂട്ട് ലിമിറ്റോ അല്ല, ഇതൊരു റെഫറൻസ് റേഞ്ച് മാത്രമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് റേഞ്ചാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ L&T എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുള്ള ഒരു സ്റ്റോക്കാണ്. F&O സ്റ്റോക്സിന് ഇതുപോലെ ഒരു ലോവർ സർക്യൂട്ട് ലിമിറ്റോ അപ്പർ സർക്യൂട്ട് ലിമിറ്റോ ഇല്ല. എന്നിട്ടും ഇത് കാണിച്ചിരിക്കുന്നത് ട്രേഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1305.95 ആണ്. അതൊരു 10% അപ്പർ സർക്യൂട്ടിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ലോവർ സർക്യൂട്ട് ലിമിറ്റും അപ്പർ സർക്യൂട്ട് ലിമിറ്റും നോക്കിയാൽ കാണാൻ പറ്റും. ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 1068.55 അതുപോലെ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1305.95 ആണ്. സോ ഈ 1305.95 ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാലും. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ എത്തുമ്പോഴത്തേക്ക് അതിനർത്ഥം ആ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളെന്നുള്ളതാണ്. ഇനി അതുപോലെ ഒരു സ്റ്റോക്ക് ലോവർ സർക്യൂട്ടിൽ എത്തുമ്പോഴത്തേക്ക് അതിനർത്ഥം ആ സ്റ്റോക്കിന് സെല്ലേഴ്സ് മാത്രമേ ഉള്ളെന്നുള്ളതാണ്. ഇപ്പം ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏഞ്ചൽ ബ്രോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്പർ സർക്യൂട്ടിലാണ്, 10% അപ്പർ സർക്യൂട്ടിൽ. ഇനി ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ഡെപ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല. സോ ബയേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് 1305.95ന് 852 ഓർഡേഴ്സ് ഉണ്ട്. ആ ടോട്ടൽ ഓർഡേഴ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ 1305.90ക്ക് അടുത്ത ബിഡുണ്ട്. അതുപോലെ 1305.85 അടുത്ത ബിഡുണ്ട്. ഇങ്ങനെ താഴോട്ട് കുറേ ബിഡ്സ് ഉണ്ട്. പക്ഷേ ഓഫർ സൈഡ് നോക്കുകയാണെങ്കിൽ, അതായത് സെല്ലർ സൈഡ് നോക്കുകയാണെങ്കിൽ 0 ഓഫേഴ്സാണ്. അതായത് ഈ സ്റ്റോക്ക് വിൽക്കാൻ ഇന്നത്തെ ദിവസം ആരുമില്ല. സോ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ എത്തുമ്പോഴത്തേക്ക് അതിനർത്ഥം ആ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളെന്നുള്ളതാണ്. ഇനിയും ഒരു സ്റ്റോക്ക് ലോവർ സർക്യൂട്ടിലാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്കിന് സെല്ലേഴ്സ് മാത്രമേ ഉള്ളെന്നുള്ളതാണ്. ഇനി ഈ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനതൊരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. സപ്പോസ് ഒരു 10 ഹോണ്ട സിറ്റി കാർ ഓണേഴ്സിന് അവരുടെ കാർ വിൽക്കാൻ താല്പര്യമുണ്ടെന്ന് വിചാരിച്ചോ. സോ അവരത് വിൽക്കാനായിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിക്കുകയും ചെയ്തു. ഇനി ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ കാറിനൊരു ബേസ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അതുപോലെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് ആ കാറിൻ്റെ ശരിക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ സെല്ലറിന് ഒരു ഫെയർ പ്രൈസ് കിട്ടാനായിട്ട് ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ ആ കാറിൻ്റെ വാല്യൂ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ആയിരിക്കണമെന്നുള്ളത്. അതായത് ഈ കാർ വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട പ്രൈസ്, അതായത് അവർ ബിഡ് ചെയ്യേണ്ട പ്രൈസ് ഈ 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലായിരിക്കണമെന്നുള്ളതാണ് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബയേഴ്സിൻ്റെ സൈഡിൽ നമുക്ക് അസ്യൂം ചെയ്യാം അവർ ഒരു ഹോണ്ട സിറ്റി കാറിന് പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3 lakh റുപ്പീസുമാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ബേസ് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 5 ലക്ഷം രൂപയുമാണ്. അതുപോലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ അവർ അനുവദിച്ചിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ലക്ഷവും 6 ലക്ഷത്തിനും ഇടയിലുമാണ്. പക്ഷേ ഒരു ബയറിനാണെങ്കിൽ ഈ കാറിന് വലിയ ഡിമാൻഡ് ഇല്ലാത്ത കാരണം അവർ ഈ കാറിന് സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3 lakh റുപ്പീസുമാണ്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ ഈ 10 ഹോണ്ട സിറ്റി കാർ ഓണേഴ്സും അവരുടെ കാറിൻ്റെ പ്രൈസായിട്ട് സെറ്റ് ചെയ്യുന്നത് 6 ലക്ഷം രൂപയായിരിക്കും. പക്ഷേ ആ 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ ആൾക്കാരില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോരുത്തരും പ്രൈസ് കുറച്ച് തുടങ്ങും. സോ 6 ലക്ഷത്തിൽ നിന്ന് പിന്നെ 5 ലക്ഷമായിരിക്കാം, പിന്നെ 5 ആയിരിക്കാം, 4 ലക്ഷമായിരിക്കാം, പിന്നെ 4 ആയിരിക്കാം. അപ്പം 4 ലക്ഷം രൂപ വരെ നമുക്ക് പ്രൈസ് ഏറ്റവും കുറയ്ക്കാനൊക്കത്തുള്ളൂ. പക്ഷേ ആ 4 ലക്ഷത്തിനും ബയേഴ്സ് ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ തന്നെ ഈ കാറിൻ്റെ പ്രൈസ് ഒരു ലോവർ സർക്യൂട്ടിലെത്തും. അതായത് 4 ലക്ഷം രൂപയിൽ ഈ കാറിൻ്റെ പ്രൈസ് എത്തും.
പക്ഷേ ആ 4 ലക്ഷം രൂപയ്ക്കും ബയേഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അവിടെ നടക്കത്തുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഈ കാറിൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അതൊരു ലോവർ സർക്യൂട്ടിൽ എത്തിയെന്നുള്ളത്. അതായത് സെല്ലേഴ്സ് മാത്രമേ ഈ കാറിനുള്ളൂ, ബയേഴ്സ് ഇല്ല. സോ ഈ കാറിൻ്റെ പ്രൈസ് ഒരു ലോവർ സർക്യൂട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഇനി അടുത്ത ദിവസം സംഭവിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ കാറിൻ്റെ ബേസ് വാല്യൂ ആയിട്ട് ഒരു 4 ലക്ഷം രൂപയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൈസ് റേഞ്ച് ആയിട്ട് ഒരു 3 ലക്ഷവും 5 ലക്ഷവും കൊടുക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബയേഴ്സിന് 3 ലക്ഷത്തിന് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഈ കാറിൻ്റെ ഒരു സെയിൽ നടക്കുന്നത്, ചിലപ്പം എല്ലാ സെയിലും കൂടെ നടക്കുന്നത്. സോ നെക്സ്റ്റ് ഡേയിൽ ഈ കാറിൻ്റെ പ്രൈസ് ഒരു ലോവർ സർക്യൂട്ടിൽ പോകില്ല, കാരണം ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കാൻ ബയേഴ്സ് ഉണ്ട്. ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ കാറിൻ്റെ പ്രൈസ് ഒരു ലോവർ സർക്യൂട്ടിൽ പോയതാണ്. ഇനിയും ഇതേ കാറിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഒരു അപ്പർ സർക്യൂട്ടിൽ പോകുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം എഗെയിൻ 10 ഹോണ്ട സിറ്റി കാർസിന് ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് 10 ബയേഴ്സിന് ഹോണ്ട സിറ്റി കാർ വേണം. സോ അങ്ങനെയാണെങ്കിൽ എഗെയിൻ ആ ബയേഴ്സ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിച്ചു. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ഫെയർ പ്രൈസ് ആയിട്ട് കണ്ടത് 5 lakh rupees-ആണ്. സോ അവർ ബിഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 lakh rupees-നായിരിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പ്രൈസ് റേഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 4 ലക്ഷവും 6 ലക്ഷത്തിനും ഇടയ്ക്കാണ്. അതായത് ഈ ബയേഴ്സിന് ഈ 4 ലക്ഷത്തിൻ്റെയും 6 ലക്ഷത്തിൻ്റെയും ഇടയ്ക്ക് മാത്രമേ ബിഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് ഒരു സെല്ലർ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ട്രേഡ് അവിടെ നടക്കുന്നുള്ളൂ. സോ നമുക്ക് അസ്യൂം ചെയ്യാം 10 ഹോണ്ട സിറ്റി കാർസിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷേ സെല്ലേഴ്സ് ഇല്ല. അതായത് സെല്ലേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം 10 ലക്ഷം രൂപയാണ് അവരുടെ കാറിന്. അങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഫസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ബയേഴ്സ് 4 ലക്ഷം രൂപയ്ക്ക് ബിഡ് ചെയ്ത് നോക്കും, പക്ഷേ സെല്ലേഴ്സ് ഇല്ല. അപ്പോൾ അവരത് കൂട്ടി 4 ലക്ഷം ആക്കും, 5 ആക്കും, 5.5 ആക്കാം. അത് കഴിഞ്ഞ് 6 ലക്ഷം രൂപയിലെത്തും. 6 ലക്ഷം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൈസാണ് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 6 ലക്ഷം രൂപയ്ക്കും സെല്ലേഴ്സ് ഇല്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ആ കാറിൻ്റെ പ്രൈസ് ഒരു അപ്പർ സർക്യൂട്ടിൽ എത്തും. ഇനി സെക്കൻഡ് ഡേയിലാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചിലപ്പം ബേസ് പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഒരു 7 ലക്ഷം രൂപയായിരിക്കാം. അതുപോലെ പ്രൈസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈസ് ലിമിറ്റും അപ്പർ പ്രൈസ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 6 ലക്ഷം രൂപയും അതുപോലെ 8 ലക്ഷം രൂപയായിരിക്കും. പക്ഷേ 8 ലക്ഷം രൂപയ്ക്കും സെല്ലേഴ്സിന് കിട്ടത്തില്ല. അപ്പം നെക്സ്റ്റ് ഡേയിലും അതൊരു അപ്പർ സർക്യൂട്ടിലോട്ട് പോകും. ഇനിയും അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. ഫൈനലി ഒരു 10 lakhന് അടുപ്പിച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ബേസ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴായിരിക്കും ട്രേഡിംഗ് നടക്കുന്നത്. സോ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഈ കാറിൻ്റെ പ്രൈസ് ഒരു അപ്പർ സർക്യൂട്ടിൽ എത്തി എന്നുള്ളത്. അതായത് ഈ കാറിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിതൊരു റിയൽ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും L&Tയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1614.05 ആണ്. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ലോവർ സർക്യൂട്ട് ലിമിറ്റും അപ്പർ സർക്യൂട്ടും അഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും 1441.35 1761.55 ആണ്. അതായത് ഇന്നത്തെ ദിവസം ഈ പ്രൈസ് റേഞ്ചിൽ വേണം നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും നടത്താനായിട്ട്, അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. സോ ഞാനിപ്പം ഈ സ്റ്റോക്ക് ഒരു 2000 rupees-ന് വാങ്ങിക്കാനായിട്ട് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ചേഞ്ച് അത് ഡിനൈ ചെയ്യും. ഇനി അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ലോവർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1441.35 ആണ്. സോ ഞാനിപ്പം 1000 rupees-ന് ഈ സ്റ്റോക്ക് വിൽക്കാൻ നോക്കുകയാണെങ്കിൽ അഗെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് ഡിനൈ ചെയ്യും. ഇനി എന്തിനാണ് ഇതുപോലൊരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആവശ്യം ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രോബ്ലം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു അപ്പർ സർക്യൂട്ടിലാണ് ഈ സ്റ്റോക്ക് പോയിരിക്കുന്നത്. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 1305.95 ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല. ഇനി ഇതുപോലൊരു ഫിൽട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം ഏത് ലെവലിൽ വേണമെങ്കിലും കയറാൻ പറ്റും. സോ അതുപോലൊരു വലിയ മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതുപോലൊരു ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലൊരു ഫിൽട്ടർ ഉള്ളതുകൊണ്ട് ബയേഴ്സിന് അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 1305.95-ന് വാങ്ങിക്കാനായിട്ട് 851 ഓർഡേഴ്സ് ഉണ്ട്. അതിങ്ങനെ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം അടുത്ത സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 852 ഓർഡേഴ്സായി. അതുപോലെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഞാനിപ്പം 1306-നൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിനൈ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 1305.95-നും സെല്ലേഴ്സ് അവൈലബിൾ അല്ല. സോ ഞാനിപ്പം 1306-നൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിനൈ ചെയ്യും. കാരണം അത് അന്നത്തെ ദിവസത്തെ ലോവർ സർക്യൂട്ടിൻ്റെയും അപ്പർ സർക്യൂട്ടിൻ്റെയും വെളിയിലുള്ള ഒരു പ്രൈസ് ആയതുകൊണ്ട്. ഇനി ഇതുപോലൊരു അപ്പർ സർക്യൂട്ടിൻ്റെയും ലോവർ സർക്യൂട്ടിൻ്റെയും മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ പ്രൈസ് മാനിപ്പുലേഷൻ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോവർ സർക്യൂട്ടിലുള്ള ഒരു സ്റ്റോക്ക് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇസ്മോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇന്ന് ലോവർ സർക്യൂട്ടിലാണ്. അതായത് 135 rupees ആണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് 5% ഡൗൺ സർക്യൂട്ടിലാണ്.
ആ 135 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ ലോവർ പ്രൈസ് ലിമിറ്റ് തന്നെയാണ്. ഇനി ഇതുപോലൊരു ലോവർ സർക്യൂട്ട് ലിമിറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഈ സ്റ്റോക്ക് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ലെറ്റ്സ് സേ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 200 രൂപ വരെ പോയപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നെന്ന് വിചാരിച്ചു. ഇനി സഡൻലി ഈ സ്റ്റോക്കിന് ഈ കമ്പനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു. സോ ആ പുള്ളി ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം 200 റുപ്പീസാണ് പുള്ളിയുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ. ഇനിയും പക്ഷേ പെട്ടെന്ന് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസോ സംഗതി വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതുപോലൊരു ഫിൽട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് 200 നിന്ന് 10 റുപ്പീസിലോട്ട് തന്നെ പോകാൻ പറ്റും. ആ സ്റ്റോക്ക് 10 രൂപയിൽ നിന്ന് 200 രൂപയിലോട്ട് ചിലപ്പം ഒരു വർഷം കൊണ്ടായിരിക്കാം മൂവ് ചെയ്തത്. പക്ഷേ ഇതുപോലൊരു ഫിൽട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ 200-ൽ നിന്ന് 10-ലോട്ട് പോകാനായിട്ട് ഒറ്റ ദിവസം മതി. അങ്ങനെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ടും അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഇതുപോലത്തെ ഫിൽട്ടേഴ്സ് സഹായിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെയൊക്കെ അപ്പർ സെക്യൂട്ടെന്നും ലോവർ സെക്യൂട്ടെന്നും കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഒരു പ്രൈസ് ബാൻഡാണ്. കാരണം പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സിനുള്ളതും അതുപോലെ സർക്യൂട്ട് ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സ്റ്റോക്ക് ഇൻഡിസസ് ആയ സെൻസെക്സിനും നിഫ്റ്റിക്കും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ലോ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1068.55 അതുപോലെ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1305.95 ആണ്. അതുപോലെ ഇസ്മോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലോ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 135 അതുപോലെ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 149.20 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രൈസ് ബാൻഡാണ്. ഈ പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ റെഗുലേറ്ററായ സെബിയാണ്. ഇനി ഈ പ്രൈസ് ബാൻഡിൻ്റെ പെർസെൻറ്റേജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിനും ഡിഫറൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെയും അതുപോലെ ലിക്വിഡിറ്റിയും ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ ബ്രോക്കിംഗ് ഒരു അപ്പർ സർക്യൂട്ടിൽ പോയിരിക്കുന്നത് 10% മൂവ് ചെയ്തപ്പോഴാണ്. ഇനി ഇസ്ബോ എന്ന് പറഞ്ഞ കമ്പനി ലോവർ സർക്യൂട്ടിൽ പോയത് 5% മൂവ് ചെയ്തപ്പോഴുമാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ കേസിൽ ഈ അപ്പർ സർക്യൂട്ട് ലിമിറ്റും ലോവർ സർക്യൂട്ട് ലിമിറ്റും എന്ന് പറയുന്നത് 5% മുതൽ 20% വരെയാണ്. അതായത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിന് 5%, 10%, 20% ഒക്കെയാണ് സെബി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്കുകളുടെ ലോവർ സർക്യൂട്ട് ലിമിറ്റും അപ്പർ സർക്യൂട്ട് ലിമിറ്റുമായിട്ട്. ഇനി സ്റ്റോക്ക് ഇൻഡെക്സസിൻ്റെ കേസിലാണെങ്കിൽ ഈ ലോവർ സർക്യൂട്ട് ലിമിറ്റും അപ്പർ സർക്യൂട്ട് ലിമിറ്റും എന്ന് പറഞ്ഞാൽ 10%, 15%, 20% ആണ്. അതിനിയും എങ്ങനെയാണ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് വിചാരിച്ചാൽ ഇപ്പം മാർക്കറ്റ് 10% 1 PM മുമ്പ് താഴുകയോ കയറുകയോ ചെയ്യുകയാണെങ്കിൽ ട്രേഡിങ് 45 മിനിറ്റത്തേക്ക് ഹോൾഡ് ചെയ്യും. അതുപോലെ ഇനി 10% താഴോട്ടോ മേളിലോട്ടോ 1 മണിക്കും 2:30ക്കും ഇടയ്ക്കാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡിങ് 15 മിനിറ്റത്തേക്ക് ഹോൾഡ് ചെയ്യും. ഇനിയും 10% താഴുകയോ കയറുകയോ ചെയ്യുന്നത് 2:30 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഹോൾഡില്ല. ഇനിയും 15% ആണ് 1 മണിക്ക് മുമ്പ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡിങ് 1.25 മണിക്കൂറായിട്ട് ഹോൾഡ് ചെയ്യും. ഇനി 15% മൂവ് ചെയ്യുന്നത് 1 മണിക്കും 2:30ക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ് 45 മിനിറ്റത്തേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി 15% മൂവ്മെൻറ്റ് 2:30 കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസത്തേക്ക് ട്രേഡിങ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻഡെക്സ് 20% ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ട്രേഡിങ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അതിപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ ഏത് സമയത്ത് 20% ഇൻഡെക്സ് മൂവ് ചെയ്താലും അന്നത്തെ ദിവസം ട്രേഡിങ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോ സ്റ്റോക്കിൻ്റെയും സർക്യൂട്ട് ലിമിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് മിക്ക ഫൈനാൻഷ്യൽ പോർട്ടൽസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ടെർമിനലിലും ട്രേഡിംഗ് ടെർമിനലിലും അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസ് ആണ്. ഇത് ഞാൻ മണി കൺട്രോളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൊമാറ്റോയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 131.35 ആണ്. ഇനിയും ഇവരുടെ അപ്പർ സെക്യൂട്ട് ലിമിറ്റ് എത്രയാണെന്നും ലോവർ സെക്യൂട്ട് ലിമിറ്റ് എത്രയാണെന്നും അവർ താഴെ കാണിച്ചിട്ടുമുണ്ട്. സോ ഇന്നത്തെ ദിവസം സൊമാറ്റോയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 108 രൂപയും അതുപോലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 161.90 ആണ്. അപ്പം ഈ സ്റ്റോക്ക് 161.90 എത്തുവാണെങ്കിൽ അതിനർത്ഥം അന്നത്തെ ദിവസം ഈ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റോക്ക് ഇപ്പം 108 രൂപയിൽ എത്തുകയാണെങ്കിൽ അതിനർത്ഥം അന്നത്തെ ദിവസം ഈ കമ്പനിക്ക് അതായത് ഈ സ്റ്റോക്കിന് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കൊരു അപ്പർ സർക്യൂട്ടിലോ അല്ലെങ്കിൽ ലോവർ സർക്യൂട്ടിലോ ഉള്ള ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആക്ച്വലി നോ തന്നെയാണ്. അതിൻ്റെ റീസൺ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഞ്ചൽ ബ്രോക്കിംഗ് അപ്പർ സർക്യൂട്ടിലും ഇസ്മോ എന്ന് പറഞ്ഞ കമ്പനി ലോവർ സർക്യൂട്ടിലുമാണ്. അപ്പർ സർക്യൂട്ടിൽ എത്തിയിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇനിയും ലോവർ സർക്യൂട്ടിൽ എത്തിയിരിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അതിന് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ബയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിപ്പം ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ് വാങ്ങിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനിടയിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ സെല്ലേഴ്സ് കാണത്തില്ല. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇസ്മോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പം വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ മാത്രമേ സെല്ല് ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കത്തുള്ളൂ, പക്ഷേ അതിന് ബയേഴ്സ് കാണത്തുമില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.